ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട പ്രോബ്ലങ്ങളിലേക്ക് പോകാം. ഞാൻ ആദ്യം നോട്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ വെക്ടർ ഫംഗ്ഷൻ ആർ ദാറ്റ് സാറ്റിസ്ഫൈസ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 6i plus 6tj plus 3t²k given r of 0 equal to I minus 2j plus k. എനിക്കൊന്ന് ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്താണ്. ആർ ഡാഷ് ഓഫ് ടി തന്നിട്ട് ആർ ഓഫ് ടി കണ്ടുപിടിക്കാനാണ് എന്താ ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? സോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആൻസറിലേക്ക് എഴുതി തുടങ്ങുകയാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ എൻ്റെ ഒപ്പം ചെയ്തു പോരാവുന്നതാണ്. ഗിവൺ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 6i plus 6tj plus 3t²k implies vector r of t equal to integral vector r dash of t ആണ് equal to integral 6i plus 6tj plus 3t²k all into dt. ഇതിനെ നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രകാരം ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഓരോ ടേമിലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ? സോ ദിസ് ഈസ് ലൈക്ക് ദിസ്, ഇന്റഗ്രൽ 6 dt I plus integral 6t dt j plus integral 3t² dt k. ഈ ഓരോ ഇന്റഗ്രലും പറഞ്ഞേ. 6 dt എന്തായിരിക്കും വരിക? 60 plus 60i പ്ലസ് ഇതോ 6t വരുമ്പോഴോ 6 into t² j plus 3 into t³ 3k പ്ലസ് കോൺസ്റ്റന്റ് വെക്ടർ ആയിട്ട് കൊടുക്കാം. അപ്പൊ 60i പ്ലസ് 3t² j പ്ലസ് t³ k പ്ലസ് വെക്ടർ സി എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് ആ വെക്ടർ സി കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വെക്ടർ ആർ ഓഫ് 0 ഈക്വൽ ടു I minus 2j plus k. അപ്പൊ നമ്മൾ അടുത്തത് പറയുവാണ്. നൗ വെക്ടർ ആർ ഓഫ് 0 ഈക്വൽ ടു I minus 2j plus k. I minus 2j plus k implies, ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് വെക്ടർ ആർ ഓഫ് ടി ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലെ? ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിൽ ടിക്ക് 0 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക? ഈ ഇക്വേഷൻ 1 t equal to 0, sorry, in 1 put t equal to 0 implies r of 0 equal to vector c എന്ന് വരും. implies r of 0 വാല്യൂ I minus 2j plus k ആണ്. this is equal to vector c എന്ന് വരും. അപ്പൊ വെക്ടർ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സംശയമില്ലല്ലോ, വെക്ടർ സി കണ്ടുപിടിച്ചത് ഇക്വേഷൻ 1ന്റെ അകത്ത് t equal to 0 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, then 1 becomes r of t equal to 60i plus 3t² j plus t³ k plus I minus 2j plus k. So this is equal to, അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 60 plus 1 I plus 3t² minus 2j plus t³ plus 1k. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ? ഇല്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ നോട്ട് ചെയ്തേക്കുന്നത് ലെങ്ത് ഓഫ് ദ കർവ് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. എന്താ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? root of f dash of t whole square plus g dash of t whole square plus integral a to b. അത് r of t equal to f of t I plus
ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ ആണെങ്കിൽ ആണെങ്കിൽ ഇന്റഗ്രൽ a to b റൂട്ട് ഓഫ് എഫ് ഡാഷ് ലെങ്ത് നമ്മൾ ഇനി എസ് എന്നുള്ള നൊട്ടേഷൻ എടുക്കുന്നത് എസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് എടുത്താലും പോരെ? അങ്ങനെ മതി അല്ലെ, ഇങ്ങനെ എഴുതാമല്ലോ. എഴുതാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കാം. given r equal to plus c t k. So r dash of t എന്തായിരിക്കും? d by dt of അല്ലെങ്കിൽ d by dt of r of t ആണ്, അല്ലെങ്കിൽ dr by dt ആണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതണം. ഓരോ ടൈമിന്റെ ഡെറിവേറ്റീവ് അങ്ങ് എഴുതിയാൽ മതി, നമ്മളവിടെ സ്റ്റെപ്പ് ഒന്നും കാണിക്കണമെന്നില്ല. അപ്പൊ എന്തായിരിക്കും വരിക? കോസ് ടിയുടെ ഡെറിവേറ്റീവ് സൈൻ ടി ആണ്, അപ്പൊ മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് സി ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്, അപ്പൊ സി കെ. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി, അപ്പൊ എന്തായിരിക്കും വരിക? ഒരു വെക്ടർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ഇതാന്ന് വിചാരിക്കുക വെക്ടർ ആർ. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് വെക്ടർ ആർ എന്താ? root of a square plus b square plus c square. root of a square plus b square plus c square ആണ് അല്ലെ? സോ അതേപോലെ തന്നെ നമുക്ക് നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി അപ്പൊ എടുത്താൽ എന്തായിരിക്കും വരിക? സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എ സൈൻ ടി ഇതിന്റെ ഹോൾ സ്ക്വയർ പ്ലസ് എ കോസ് ടിയുടെ ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് വരും. സംശയമില്ലല്ലോ? ഇല്ല. So this is equal to square root of a square sin square t plus a square cos square t plus c square എന്ന് വരും. So this is equal to square root of a square into sin square t plus cos square t plus c square എന്ന് വരും. ഇനി sin square t plus cos square എന്താണ്? cos square t. അപ്പൊ this is square root of a square plus c square എന്ന് വരും. ഇതാണ് നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ ഫോർമുലയില് അതുപോലെ തന്നെ എ എവിടെ മുതൽ ഈ എന്താ പറയുക ഇന്റഗ്രേഷൻ ലിമിറ്റ് ഏതാ എടുക്കേണ്ടത്? 0 to 2π. കാരണം നമ്മുടെ ക്വസ്റ്റിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന ലെങ്ത് ഓൺ ദി ഇന്റർവൽ 0 to 2π എന്നല്ലേ? ഓക്കെ, സോ ലെങ്ത് ഈക്വൽ ടു എന്തായിരിക്കും വരിക? എസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്നുള്ളതായിരുന്നു നമ്മുടെ ഫോർമുല, ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡി ടി. അപ്പൊ ഈക്വൽ ടു എന്തായിരിക്കും ഇതിന്റെ ഇന്റഗ്രൽ വരുന്നത്? എങ്ങനെയാ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യണേ? പറയൂ. ഹലോ സർ. പറഞ്ഞോളൂ. എ സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന്റെ ഇന്റഗ്രൽ പറഞ്ഞോളൂ. പുറത്തേക്ക് എടുത്തിട്ട് ചെയ്താ പോരെ? ഇത് കോൺസ്റ്റന്റ്. അതൊരു കോൺസ്റ്റന്റ് ആണ്. എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π ഡി ടി എന്ന് വരും അല്ലെ? അതെ സർ. നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇതിന്റെ സ്ക്വയർ റൂട്ട് ഇൻറ്റു ഡി ടിയുടെ ഇന്റഗ്രൽ വരുമ്പോ ടി എസ് എന്താ വരിക? ടി വരും 0 to 2π അല്ലെ? എന്തേ സർ കുറെ പേര് കേറാൻ പറ്റുന്നില്ല പറയണ്ടായിരുന്നു. കുറച്ച് പേര് കേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ 2:30 ക്ലാസ് തുടങ്ങും, അതിന് മുമ്പ് ജോയിനിങ് റിക്വസ്റ്റ് തരുന്നവരെ ഞാൻ അഡ്മിറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇതിപ്പോ ക്ലാസ്സിന്റെ ഇടയിൽ പോയി ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ട അതുകൊണ്ടല്ലേ? ഓക്കെ, സോ നമ്മുടെ ആൻസർ അപ്പൊ എന്തായിരിക്കും? ഇവിടെ ലിമിറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു 2π മൈനസ് 0. സോ ഫൈനൽ ആൻസർ ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമല്ലോ.
ഇത് ഏത് ക്വസ്റ്റ്യൻ ആയാലും ഇവിടെ ഇപ്പൊ നമുക്ക് നിങ്ങൾ ഫോമുല ഓർത്തിരിക്കുക, ഇന്റഗ്രേഷൻ അറിയാമെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആയാലും ചെയ്യാൻ പറ്റും. ഞാനപ്പോ നിങ്ങൾക്ക് റിവിഷന് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്ന പ്രോബ്ലംസ് മെയിൻ ആയിട്ടും അങ്ങനെയാണ്. അതായത് നിങ്ങൾ ഇത് വെച്ച് നിങ്ങൾക്ക് ഫോമുല പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് വാല്യൂ വന്നാലും ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പർട്ടിക്കുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തിട്ടേ ഇല്ല, വളരെ റെയർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇതിന് പകരം ഇപ്പൊ ഈ തന്നേക്കുന്ന ആർ ഓഫ് ടിക്ക് പകരം ഏതായാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ചെയ്തു വരണം. ഇവിടെ ഇപ്പൊ നമുക്ക് ഇന്റഗ്രന്റ് ആയിട്ട് വന്നേക്കുന്ന, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട സാധനം വന്നേക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു, അതുകൊണ്ട് ഔട്ട് സൈഡ് നിർത്താൻ പറ്റി. ഇപ്പൊ എല്ലാ പ്രോബ്ലത്തിന്റെ അകത്തും അങ്ങനെ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ ഓർത്തോളൂ കേട്ടോ, അടുത്ത ദിവസം ഇതുപോലെ തന്നെ ക്ലാസ് ഞാൻ 2:30 പറഞ്ഞു, 2:35 നമ്മൾ തുടങ്ങിയത്. ആ സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യുക, അല്ലെ പിന്നെ നമുക്ക് പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഓരോരുത്തർ റിക്വസ്റ്റ് തരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നോട്ട് ചെയ്തേക്കുന്നേ, എക്സ്പ്രസ് ദ വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ as a function of arc length s. Verify that r dash of s is a unit vector. ചെയ്യാൻ പറ്റുമോ? ഇതെങ്ങനെ ചെയ്യുന്നത് അറിയാമോ? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു വിചാരിക്കുക, ഏതൊരു ക്വസ്റ്റ്യൻ്റെ അകത്താണെങ്കിലും ആർക്ക് ലെങ്ത് എസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസിനെ നമ്മൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എന്ന് പറയാ. ഇതെങ്ങനെ കണ്ടുപിടിക്കുക ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ്? ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് ഈക്വൽ ടു എന്താ ഫോർമുല? ആരെങ്കിലും പറയാമോ? നേരത്തെ ഇന്റഗ്രൽ ടു ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഡാഷ് ടി ഡി ടി. ഇന്റഗ്രൽ എ ടു ബി നോം ഓഫ് ആർ ഡാഷ് ടി ഡി ടി ആണോ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? എ ടു ബി ഇങ്ങനെ കണ്ടുപിടിച്ചാലേ നമുക്ക് കിട്ടുന്നത് ആർക്ക് ലെങ്ത് പാരാമീറ്റർ അല്ല, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ വരുള്ളൂ. ഇതിനു മുമ്പത്തെ പ്രോബ്ലത്തിന് അത് ചെയ്തപ്പോ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ വന്നേ. എ ടു ബി അല്ല, എന്താ വേണ്ടേ? എ ടു എസ് എന്നാ വേണ്ടേ. സോറി, എ ടു എസ് അല്ല, എ ടു ടി. ആർക്ക് ലെങ്ത് പാരാമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫോർമുല പറയണത് ഇന്റഗ്രൽ എ ടു ടി നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി ആണ്. ഓക്കെ, തെറ്റിക്കില്ലല്ലോ ഇനി? ഇല്ല, ഓർമ്മയിൽ വെക്കണം കേട്ടോ. ഇന്റഗ്രൽ എ ടു ടി നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി, ഈ ഫോർമുല. അപ്പൊ ഇത് ഉപയോഗിച്ച് വെച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എ മുതൽ ടി വരെ എന്നുള്ള ജനറൽ ആയിട്ടുള്ള പോയിന്റ് എ എന്ന് പറയുന്നു. നമ്മുടെ പ്രോബ്ലത്തിനകത്തൊക്കെ നമുക്ക് ഈ ലോവർ ലിമിറ്റ് എ എന്നുള്ളതിന് പകരം അവിടെ ഏതെടുത്താൽ മതി? 0 എടുത്താൽ മതി. ഇപ്പൊ ഫോർമുല നമ്മൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി ആണ്. ഇനി ഒരു പർട്ടിക്കുലർ ലെങ്ത് ആയിട്ട് നമുക്ക് പ്രിസൈസ് ആയിട്ട് കൃത്യം ലെങ്ത് തന്നെ, ഇതിപ്പോ നമ്മൾ ഒരു പാരാമീറ്റർ യൂസിങ് പാരാമീറ്റർ ടി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അത് കൃത്യമായിട്ട് ഇതിന് മുമ്പത്തെ പറഞ്ഞ പ്രോബ്ലത്തിന്റെ അതേപോലെ ഇന്റഗ്രൽ 0 ടു 2π എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്താൽ മതി? എസ് ഒന്ന് കൊടുക്കണ്ട, സോറി ടി എന്ന് കൊടുക്കണ്ട, അതിന് പകരം ടിക്ക് പകരം ഏത് കൊടുക്കുക? 2π കൊടുക്കുക. വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇതാണ് ഫോർമുല. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലത്തിന്റെ അകത്ത് ആർ ഓഫ് ടി എടുക്കുക. ഹിയർ ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ആണ്. ഹിയർ ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. സോ ദിസ് ഇംപ്ലൈസ് ആർ ഡാഷ് ഓഫ് ടി എന്തായിരിക്കും? മൈനസ് എ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ആണ് അല്ലെ, അങ്ങനെ എഴുതണോ? ഡി ആർ ബൈ ഡി ടി ആണ്. സോ ഇംപ്ലൈസ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് എ സൈൻ ടി ഐ
പ്ലസ് എ കോസ് ടി ജെ. സംശയമില്ലല്ലോ? ഇല്ല. What is this implies? Norm of r dash of t എന്തായിരിക്കും? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എ സൈൻ ടി ഇതിന്റെ ഹോൾ സ്ക്വയർ പ്ലസ് എ കോസ് ടി ഇതിന്റെ ഹോൾ സ്ക്വയർ. സോ ദിസ് ഇംപ്ലൈസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് വരും. അപ്പൊ ഈക്വൽ ടു എന്തെന്നാ പറയണേ? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് വരും. ശരിയല്ലേ? അപ്പൊ എ എന്ന് തോന്നും. നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എ ആണ്. സോ വാട്ട് വിൽ ബി ആർക്ക് ലെങ്ത് പാരാമീറ്റർ? Thus arc length s equal to integral 0 to t a dt. നേരത്തെ പോലെ തന്നെ ഇവിടെയും നമുക്ക് കോൺസ്റ്റന്റ് ആവുന്നേക്കുന്നത്. അപ്പൊ എ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് കൊടുക്കാം. സോ എ ഇൻറ്റു ടി 0 ടു ടി ലിമിറ്റ് കൊടുക്കുക. അപ്പൊ എന്താ വരണേ? ആർക്ക് ലെങ്ത് പാരാമീറ്റർ ആർക്ക് ലെങ്ത് എസ് ഈക്വൽ ടു എ ടി എന്ന് തോന്നുന്നു. ഇത് മനസ്സിലായോ? സർ. ഓക്കെ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. അപ്പൊ നമ്മള് അത്രയും കഴിഞ്ഞു. എക്സ്പ്രസ് അപ്പൊ നമ്മൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് കണ്ടുപിടിച്ചതേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റിന്റെ അകത്ത് ചോദിച്ചിരുന്നത് നോക്കുക, ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് കണ്ടുപിടിക്കാനല്ല ചോദിച്ചിരുന്നത്. എക്സ്പ്രസ് ദ വെക്ടർ ഇക്വേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർക്ക് ലെങ്ത് എസ്. ഇങ്ങനെ നമ്മളോട് ചോദിച്ചിരുന്നേ. അത് നമ്മൾ ചെയ്തോ? അതാണോ നമ്മൾ ചെയ്തേക്കുന്നേ? അതാണോ നമ്മൾ ചെയ്തേ? അല്ല സർ, അതില് നീ ടി ഈക്വൽ ടു എന്നിട്ട് മാറ്റിയിട്ട് നമുക്ക് തന്നിരുന്ന ആർ ഓഫ് ടിയില് വെക്ടർ ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന ആർ ഓഫ് ടി. ആർക്ക് ലെങ്ത് പാരാമീറ്റർ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ ഈ ടിക്ക് പകരം നമ്മൾ എന്താക്കണം? ഇവിടെയുള്ള ഈ ടിക്ക് പകരം എന്താക്കണം? എസിന്റെ ഫംഗ്ഷൻ കൊടുക്കണം. അതായത് ഈ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ആർക്ക് ലെങ്തിന്റെ ഈ ഇക്വേഷനിൽ നിന്ന് ദിസ് ഇംപ്ലൈസ് ടി ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? എസ് ബൈ എ. എസ് ബൈ എ. അങ്ങനെ എഴുതാൻ ടി ഇങ്ങനെ നമ്മൾ ടി ഈക്വൽ ടു എസ് ബൈ എ അല്ലെങ്കിൽ ടി ഈക്വൽ ടു ആ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എസിലുള്ള ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് തന്നിരുന്ന ആർ ഓഫ് ടിയില് ഈ ടിക്ക് പകരം ഇത് റീപ്ലേസ് ചെയ്യണം. ഓക്കെ. സോ നമ്മളിപ്പോ ഇങ്ങനെയാണ് നമ്മൾ എഴുതി നിർത്തിയിരിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് എസ് ഈക്വൽ ടു എ ടി ഇത്രയും കിട്ടി. ഇംപ്ലൈസ് ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്നത് ഇത്രയുമാണ് എഴുതി നിർത്തിയിരിക്കുന്നത്. ഇംപ്ലൈസ് ടി ഈക്വൽ ടു എസ് ബൈ എ. ദസ് ദി ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ arc length parameterization of r of t is എന്തായിരിക്കും നമ്മൾ പറഞ്ഞ തന്നിരുന്ന ഇക്വേഷന്റെ അകത്ത് ടിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ആർ ഓഫ് ടിയുടെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷനെ നമ്മൾ ആർ ഓഫ് എസ് എന്നാണ് എഴുതുന്നത്. ഈക്വൽ ടു വരേണ്ടത് എന്താണ്? എ കോസ് എസ് ബൈ എ ഐ പ്ലസ് എ സൈൻ എസ് ബൈ എ ജെ. നിങ്ങളെ കവറ് പാർട്ടിക്കുന്നത് അതുകൊണ്ട് മാറ്റിയിട്ടുണ്ട് തീരുമാനത്തിൽ KL 45 S 92 കിട്ടിയിട്ട് KL 45 S 92 കിട്ടിയിട്ട് ഈ കാറ് മുമ്പിൽ പാർക്ക് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് തീരുമാനം. ഓക്കെ. അപ്പൊ ഈ എഴുതിയത് മനസ്സിലായോ? നമ്മുടെ ക്വസ്റ്റിന്റെ അകത്തെ ഫസ്റ്റ് പോർഷൻ അത് പ്രകാരം നമ്മൾ കംപ്ലീറ്റ് ആവും. എക്സ്പ്രസ് ദ വെക്ടർ ഇക്വേഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർക്ക് ലെങ്ത് എസ്. അത്രയും കാര്യം പറഞ്ഞത് മനസ്സിലായോ? സർ. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞേക്കുന്ന ആർ ഡാഷ് ഓഫ് എസ് ഒരു യൂണിറ്റ് വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഇതാണ് ആർ ഓഫ് എസ്. ആർ ഡാഷ് ഓഫ് എസ് കണ്ടുപിടിക്കണം അല്ലെ? ആർ ഡാഷ് ഓഫ് എസ് എന്തായിരിക്കും വരിക?
dr/ds ആണ്. ഇതിനെ വിത്ത് റെസ്പെക്ട് എസ് ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പൊ എന്താ പറയണേ? മൈനസ് എ സൈൻ എസ് ബൈ എ ഇൻറ്റു എസ് ബൈ എയുടെ ഡെറിവേറ്റീവ് 1/a ഐ പ്ലസ് എ കോസ് എസ് ബൈ എ ഇൻറ്റു എസ് ബൈ എയുടെ ഡെറിവേറ്റീവ് 1/a ജെ. ഇത് മനസ്സിലായോ? സർ. സോ ദിസ് ഈസ് ഈക്വൽ ടു അപ്പൊ എന്ത് വരും? മൈനസ് ഈ എയും എയും കൂടെ ക്യാൻസൽ ആയി പോകും അല്ലെ? ഈ എയും കൂടെ ക്യാൻസൽ ആവും. അതുപോലെ ഈ എയും കൂടെ ക്യാൻസൽ ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എസ് ബൈ എ ഐ പ്ലസ് കോസ് എസ് ബൈ എ ജെ. ഇതാണ് ആർ ഡാഷ് ഓഫ് എസ് പറഞ്ഞത്. ഇത് യൂണിറ്റ് വെക്ടർ ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഇംപ്ലൈസ് നോം ഓഫ് ആർ ഡാഷ് ഓഫ് എസ് എഴുതുക. ഇതിന്റെ നോം കണ്ടുപിടിക്കണം. എന്താ വേണ്ടത്? സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് സൈൻ എസ് ബൈ എയുടെ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എസ് ബൈ എയുടെ ഹോൾ സ്ക്വയർ. ഇത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഫോമിൽ തന്നെയാണ് അല്ലെ? ദിസ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ് അല്ലെ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഫോമിൽ അല്ലേ? എസ് ബൈ എ രണ്ടിന്റെയും സെയിം തന്നെയാ വരണേ. സോ 1 ആണ്. ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഡാഷ് ഓഫ് എസ് ഈസ് എ യൂണിറ്റ് വെക്ടർ. ഇത് കിട്ടിയോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? സർ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു മൂവിംഗ് പാർട്ടിക്കിൾ അതിന്റെ പൊസിഷൻ ആർ ഓഫ് ടി എന്നുള്ള രീതിയിൽ തന്നിരിക്കുന്നു. അതിന്റെ വെലോസിറ്റി ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നില്ല. ആർ ഓഫ് ടി ഏത് വേണേലും നമുക്ക് തരാം. ഞാനതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. The position of a moving particle is given by r of t equal to t square I plus tj plus 5/2 tk. Find the velocity and acceleration at t equal to 2. Velocity and acceleration കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വേണ്ടേ? Velocity r dash of t, acceleration r double dash of t. Velocity അതിനെ നമ്മൾ വെക്ടർ v of t എന്ന നൊട്ടേഷൻ എടുക്കും, which is dr/dt അല്ലേ? ആൻഡ് ആക്സിലറേഷൻ ആണെങ്കിൽ a of t എന്ന് നമ്മൾ നൊട്ടേഷൻ എടുക്കും, which is d square r by dt square അല്ലെങ്കിൽ dv by dt. വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുത്താലും മതി. ക്ലിയർ ആണല്ലോ? സർ. ഓക്കെ, ഇനിയിപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹിയർ r of t equal to എന്താ വന്നിരുന്നത്? t square I plus tj plus 5/2 tk. സോ വെലോസിറ്റി v of t equal to എന്ത് വരും? നിങ്ങൾ പറഞ്ഞോളൂ. പറഞ്ഞേ. 2t plus j plus 5/k. And acceleration. Acceleration a of t equal to എന്തായിരിക്കും? 2i. ബാക്കി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് t equal to 2 ആണ്. ഇംപ്ലൈസ് വെലോസിറ്റി അറ്റ് t equal to 2 at t equal to 2 is v of 2 equal to എന്തായിരിക്കും? 4i plus j plus 5/2k. And acceleration at t equal to 2 a of 2 അതെന്തായിരിക്കും? 2i തന്നെയാണ്. ഇതിന്റെ അകത്ത് സംശയമില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. മിക്കവാറും ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും അത് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ പറയണത് ഓക്കെ, ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ അകത്ത് സ്പീഡും കൂടെ ചോദിച്ചിട്ടുണ്ട്. സ്പീഡ് വേണമെങ്കിൽ എന്താ വേണ്ടേ? മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി, നോം എടുത്താൽ മതി, വെലോസിറ്റിയുടെ നോം എടുത്താൽ മതി അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. ഇപ്പൊ നമ്മള് എന്താ പറയുക, ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റിന്റെ അകത്ത് ആക്സിലറേഷനും വെലോസിറ്റിയും മാത്രമേ ചോദിച്ചിട്ടുള്ളായിരുന്നു. വെലോസിറ്റിയും ആക്സിലറേഷനും സ്പീഡും കൂടെ ചോദിക്കുന്നുണ്ട്. സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നോം ഓഫ് വി ഓഫ് ടി ചെയ്താൽ മതി. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് ഒരുവിധം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് എസ്സേയിൽ അല്ലെങ്കിൽ എസ്സേയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Projectile is launched from ground level with initial speed v0 equal to 768 feet per second at an angle of elevation theta equal to 30 degree. Find the vector function and parametric equations of the projectile's trajectory, the maximum altitude attained, the range of the projectile, the impact speed. എല്ലാം കണ്ടുപിടിക്കാനായിട്ടുള്ള കൺസെപ്റ്റുകൾ ഒന്ന് പറയാമോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മയിലേക്ക് വെക്കേണ്ടത്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സർ ഹലോ, പറഞ്ഞോളൂ. ഒരു projectile initial velocity equal to vector v0 is equal to v0 cos theta I plus v0 sin theta j. അങ്ങനെ തരുമ്പോ ഇനീഷ്യൽ ഹൈറ്റ് s0 j. എനിക്ക് തോന്നുന്നേ അത് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിലും വേണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട്. ഓക്കെ, അത് ഓർമ്മയുണ്ടാവണം. അതിന്റെ ഒപ്പം തന്നെ വേറെ മെയിൻ ആയിട്ട് വേണ്ടത് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ a of t equal to, എനിക്ക് അതിൽ നിന്ന് പറഞ്ഞു തുടങ്ങുന്നത് നല്ലതെന്നാ തോന്നുന്നത്. സർ മൈനസ് ജി ആക്സിലറേഷൻ ഓഫ് projectile motion a of t equal to, പറഞ്ഞോളൂ. സർ മൈനസ് ജി ഓഫ് ജി ജെ, മൈനസ് ജി വെക്ടർ ജെ ആണ്. ഓക്കെ, ഇതെല്ലാവരും ഓർത്തിരിക്കുക. പ്രൊജക്ടൈൽ മോഷൻ ആണ്. അതായത് ഇപ്പൊ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോ ഒരു തോക്കിൽ നിന്ന് വെടിവെക്കുന്ന സിറ്റുവേഷൻ, അതിങ്ങനെ എന്താ പറയാ, ബുള്ളറ്റ് പോകുന്നത് എങ്ങനെയായിരിക്കും? ഒരു പരാബോളിക് പോലെ ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് ഫ്രീ ആയിട്ട് ഗ്രൗണ്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു ബോൾ എറിയുന്നു, ആ ഒരു രീതിയിലേക്കുള്ള കേസാണ് ആലോചിക്കേണ്ടത് അല്ലെ? അങ്ങനെയുള്ളതല്ലേ? ഓക്കെ, സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഓർമ്മയിലേക്ക് വെക്കേണ്ടതിൽ ആദ്യത്തെ ഒരു കാര്യമാണ് ഈ പ്രൊജക്ടൈൽ മോഷന്റെ ആക്സിലറേഷൻ വരുന്നത് മൈനസ് ജി ജെ ആയിരിക്കും. ഓക്കെ, നമ്മൾ അതിന്റെ ഡെറിവേഷൻ കാര്യങ്ങളൊന്നും നമ്മുടെ ടെക്സ്റ്റിലേക്ക് പറയുന്നില്ല. നമ്മൾ ഈ ഒരു കാര്യം ഓർമ്മയിലേക്ക് നിർത്തിയാൽ മതി. പിന്നെ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ അകത്ത് വെലോസിറ്റി എന്തായിരിക്കും വരിക? വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ പറയണേ? ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ a of t dt വരും. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും വരിക? ഇന്റഗ്രൽ മൈനസ് ജി ജെ ആണ്. സോ മൈനസ് ജി ഇൻറ്റു ജി ഒരു കോൺസ്റ്റന്റാ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഫീറ്റിലേക്ക് ആവുന്നതെങ്കിലോ? ഫീറ്റും സെക്കൻഡ് വന്നേക്കുന്നെങ്കിലോ? 32.2. 32 എന്ന് എടുത്താൽ മതി. 32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുക്കണം. ഓക്കെ, എനിവേ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ മൈനസ് ജി ടി പ്ലസ് സി വരും, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഈ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി വേണ്ടത്. ഓക്കെ,
ഇത്രയും ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? sir. ഇനിഷ്യൽ വെലോസിറ്റി എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞേ? ഇനിഷ്യൽ വെലോസിറ്റി അത് എഴുതാമെന്ന് എങ്ങനെയാണെന്നായിരുന്നു പറഞ്ഞേ? V naught cos theta I plus V naught sin theta j. V naught, അപ്പൊ ഇത് V0 ആണ്. V of vector V of 0 equal to V naught cos theta I plus പറഞ്ഞോ പ്ലസ് V naught sin theta j. sin theta j. ഇവിടെ ഈ ഇത് തമ്മിൽ ഈ V നോട്ടും ഇതും ഉണ്ട്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? വാട്ട് ഈസ് ദിസ് V നോട്ട്? റൈറ്റ് സൈഡിലുള്ള V നോട്ട് എന്താ? അത് തന്നെയാണോ ലെഫ്റ്റിലുള്ളത്? Sir, റൈറ്റ് സൈഡിലുള്ളത് ഇനീഷ്യൽ സ്പീഡ്. ദാറ്റ് മീൻസ് ഇനിഷ്യൽ സ്പീഡ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ V നോട്ട് ആണ് റൈറ്റ് സൈഡിലുള്ള ഈ V നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, തമ്മിൽ മാറിപ്പോയേക്കരുത് കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനിഷ്യൽ വെലോസിറ്റി V of 0 കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആ ഇനിഷ്യൽ വെലോസിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ V of t കിട്ടും. അത് നമ്മൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, കാരണം കാണാതെ പഠിക്കണമെന്നില്ല. അപ്പൊ കാണാതെ പഠിക്കണമായിട്ട് നിങ്ങളോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൊജക്ടൈൽ മോഷന്റെ ആക്സിലറേഷൻ ഓഫ് പ്രൊജക്ടൈൽ മോഷൻ വരുന്നത് ഇതായിരിക്കും. ഇത് കാണാതെ പഠിക്കാം. ഓക്കെ, ആ ആക്സിലറേഷൻ ഉപയോഗിച്ച് വെലോസിറ്റി കണ്ടുപിടിക്കുക. V of t ബൈ ഇന്റഗ്രേറ്റിംഗ് ഇങ്ങനെയാണ് കിട്ടുന്നത്. അത്രയും കാര്യം ക്ലിയർ ആണല്ലോ? അതിൽ നിന്ന് ദെൻ നെക്സ്റ്റ് നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി, ഇതിന്റെ ഫോർമുല, ഇത് പുതിയ ഫോർമുലയാണ്, ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഈ രണ്ട് ഫോർമുല കാണാതെ പഠിക്കുക. ഇനി എന്താ വേണ്ടേ? നമ്മുടെ ക്വസ്റ്റിന്റെ അകത്തേക്ക് ഒന്ന് പോകാം. ക്വസ്റ്റിന്റെ അകത്തുള്ള ഓരോ കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ഇനി ഇത് ഉപയോഗിച്ച് ഇനി ആലോചിക്കണം. എ പ്രൊജക്ടൈൽ ഈസ് ലോഞ്ച്ഡ് ഫ്രം ഗ്രൗണ്ട് ലെവൽ വിത്ത് ഇനിഷ്യൽ സ്പീഡ് V0 ഈക്വൽ ടു 768 ഫീറ്റ് പെർ സെക്കൻഡ്. അപ്പൊ V0യുടെ വാല്യൂ നമ്മുടെ ആ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലുള്ള ഇനിഷ്യൽ സ്പീഡ് V0യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, തീറ്റയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വെക്റ്റർ ഫംഗ്ഷൻ ആൻഡ് പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് പ്രൊജക്ടൈൽസ് ട്രാജക്ടറി. ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ കണ്ടുപിടിക്കണ്ടേ? പ്രൊജക്ടൈലിന്റെ ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ അത് പോകുന്ന വഴി, അതിന്റെ വെക്റ്റർ ഇക്വേഷനും പാരാമെട്രിക് ഇക്വേഷനും കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കണ്ടുപിടിക്കണ്ടേ? പാരബോളയുടെ ഇക്വേഷൻ ആ പോകുന്ന പാത്ത്, അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പ്രൊജക്ടൈൽ മോഷന്റെ ആക്സിലറേഷന്റെ കേസ് നമ്മൾ പറഞ്ഞു, വെലോസിറ്റിയുടെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. ഈ വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ, മൂവിംഗ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ കിട്ടും. ഈ R of t, ഇതിന്റെ വെക്ടർ ആൻഡ് പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? Vector and parametric equations of the projectile's trajectory. Projectile's trajectory എന്നോട് ഉദ്ദേശിക്കുന്നത് അത് പോകുന്ന പാത്താണ്. സോ ആ പാത്ത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഏത് കണ്ടുപിടിച്ചാൽ മതി? പൊസിഷൻ ഓഫ് മൂവിംഗ് പാർട്ടിക്കിൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന ഈ R of t കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിന്റെ അത് ചോദിച്ചിരിക്കും നമുക്ക്. അപ്പൊ ഈ R of t കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് വീണ്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു വരാം. എക്സ്റ്റേണൽ ആയിട്ടുള്ള സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതിന്റെയാണ് കേട്ടോ.
ഓക്കെ, ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ തന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രകാരം നമ്മൾ ഇവിടെ വെലോസിറ്റി കണ്ടുപിടിച്ചിരുന്നു. ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പം ഈ ഇനിഷ്യൽ വെലോസിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി വി ഓഫ് ടി കിട്ടും. ഈ വെലോസിറ്റി വി ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ആർ ഓഫ് ടി കിട്ടും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഈ ആർ ഓഫ് ടി കിട്ടി കഴിയുമ്പോ ഇത് അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ആർ ഓഫ് ടി കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്തൊരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വരും. ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്താ മാർഗം? സർ ഇനീഷ്യൽ ഹൈറ്റ് എസ് നോട്ട് വരുന്നത്. ഇനിഷ്യൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ ആർ ഓഫ് 0 എന്ന് പറയുമ്പോൾ നമ്മള് ഈ എന്താ പറയാ പ്രൊജക്ടൈൽ ലോഞ്ച് ചെയ്തത് എവിടെ നിന്നാണ് നമ്മൾ അതിനെ എറിഞ്ഞത് അല്ലെങ്കിൽ ഷോട്ട് ചെയ്തത് എന്നുള്ള ആ ഒരു മീനിങ്, ഇനിഷ്യലി ഏത് ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഇതിനെ റിലീസ് ചെയ്തത് എന്നുള്ള ആ ഒരു പൊസിഷൻ കിട്ടണം. അതായത് ആർ ഓഫ് 0. ഇത് ഇനിഷ്യൽ ഹൈറ്റ് ആണ്. അതിനെ നമ്മൾ S0 എന്ന് നൊട്ടേഷൻ എടുക്കും അല്ലെ? അപ്പോ നമ്മളുടെ പ്രോബ്ലത്തിന്റെ അകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളുക. നമ്മളുടെ പ്രോബ്ലത്തിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ തന്നാൽ നമുക്ക് ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്തു തുടങ്ങാൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഈ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ S0 വേണം. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ എഴുതുകയാണ്. ഈ S0യുടെ വാല്യൂ വേണം. അത് എത്രയാണെന്ന് അറിയണം. പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു V0 കിട്ടിയാലേ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ V0 എത്രയാണെന്ന് അറിയണം. ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റയുടെ വാല്യൂ വേണം. അത് എത്രയാണെന്ന് അറിയണം. തീറ്റ ഇല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി ഡയറക്റ്റ് തന്നാലും മതി. അതായത് നമ്മളിവിടെ പറയുമ്പോൾ വെലോസിറ്റി ചില ക്വസ്റ്റ്യൻ അങ്ങനെയും വരാം. എനിക്കൊന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് തന്നതിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ട് അത് എഴുതിയിട്ടില്ല. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഒരു ഫോർമുല പറഞ്ഞു. ഇത് കണ്ടുപിടിക്കണമെങ്കിലാണ് V0യും തീറ്റയും വേണ്ട. അതിന് പകരം ഇനിഷ്യൽ വെലോസിറ്റി ഡയറക്റ്റ് അങ്ങ് തന്നേക്കാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറെ തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എന്ന് പറയുന്നത് ഈ 3 ഡേറ്റ മാത്രമാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിന്റെ ആൻസർ വൃത്തിയായിട്ട് നമുക്ക് എഴുതാൻ ശ്രമിക്കാം. എനിക്ക് തോന്നുന്നു സാറ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ജോമേഷ് സാറ് അല്ലെ? എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ വേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. S0യുടെ വാല്യൂ വേണം, V0യുടെ വാല്യൂ വേണം, തീറ്റയുടെ വാല്യൂ വേണം. അല്ലെങ്കിൽ ഈ V0യും തീറ്റയും നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഇതിന് പകരം ഏതായാലും മതി. വെക്ടർ V of 0 എന്താന്ന് ഡയറക്റ്റ് തന്നാലും മതി. ഇത് രണ്ടും കൂടെ ഉപയോഗിക്കുന്നത് നമുക്ക് വെക്ടർ V ആണ്. ഈ S0 തരുന്നതിന് പകരം ഇനിഷ്യലി ഏത് പൊസിഷനിൽ നിന്നായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞാലും മതി. കാരണം ഈ S0 എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ടാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോവാം. ഈ തന്നേക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ക്വസ്റ്റിനകത്തൊന്ന് നോക്കിയിട്ട് ഹിയർ എന്ന് പറഞ്ഞു വെച്ചെന്ന് എഴുതിക്കേ ഓരോന്നും. S0 എത്രയാണ് ഈ ക്വസ്റ്റിന്റെ അകത്ത്? ഗ്രൗണ്ട് ലെവൽ ആയിരുന്നു 0. ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് നമ്മൾ പ്രൊജക്ടൈൽ ലോഞ്ച് ചെയ്തേക്കുന്നത്. സോ ഇനിഷ്യലി ഹൈറ്റ് പ്രത്യേകിച്ച് എക്സ്ട്രാ ഹൈറ്റ് ഒന്നും വരുന്നില്ല. So the projectile is launched from ground level. Therefore, S0 equal to 0. നമ്മൾ ആൻസർ എഴുതി തുടങ്ങാണ്. The projectile is released from. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അങ്ങ് നോട്ട് ചെയ്യാം. The projectile is launched from ground level. Projectile is launched from ground level. Therefore, S0 equal to 0. അത് ക്ലിയർ ആണല്ലോ? ഇനിഷ്യൽ സ്പീഡ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്.
Initial speed V0 equal to 768 feet per second. ഇവിടെ നമുക്ക് തന്നേക്കുന്ന യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക, കാരണം അതനുസരിച്ചിട്ടാണ് നമ്മൾ ജി ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് ആംഗിൾ ഓഫ് എലിവേഷൻ തീറ്റ എത്രയാണ്? തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. Now we have, ഞാൻ ഇങ്ങനെയാണ് അതിന്റെ ആൻസർ പറയുക. Now we have the projectile motion has acceleration a of t equal to എന്താണ് നമ്മൾ പറയണേ? a of t equal to projectile motion acceleration എന്താ പറഞ്ഞേ? മൈനസ് ജി ജെ ഈക്വൽ ടു, ഇവിടെ ജി ഫീറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ജി എങ്ങനെയാ നമ്മൾ എടുക്കണ്ടേ? -32 J, because G equal to 32 feet per second square. അത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നുവെങ്കിൽ എത്ര എടുക്കണമായിരുന്നു? 9.8. ഓക്കെ, വ്യത്യാസം മനസ്സിലായല്ലോ? സർ. ഓക്കെ, therefore velocity of the motion v of t equal to എന്ത് വരും? ഇന്റഗ്രൽ a of t dt ആണ് ഈക്വൽ ടു ഇന്റഗ്രൽ -32 j dt ഈക്വൽ ടു അപ്പൊ എത്ര വരും? v of t equal to -32 t j, സംശയമില്ലല്ലോ, പ്ലസ് ഓക്കെ അല്ലേ? ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കും. Now we have initial velocity v of 0, vector v of 0 equal to v0 cos theta I plus v0 sin theta j ആണ്. Implies vector v of 0 equal to v0 എത്രയായിരുന്നു നമുക്ക് തന്നിരുന്ന ക്വസ്റ്റിൻ്റെ അകത്ത്? 768 അല്ലേ? ഓക്കെ, 768 into cos 30 I plus 768 into sin 30 j equal to 768 into what is the value of cos 30? Cos 30 യുടെ വാല്യൂ എത്രയാണ്? √3/2. √3/2i plus 768 into sin 30 യുടെ വാല്യൂ 1/2. സോ ഈക്വൽ ടു എത്ര വരും? ഇങ്ങനെയല്ലേ വരിക? Okay, this is vector v of 0. സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഇക്വേഷൻ 1 t equal to 0 എന്ന് കൊടുക്കും. Put t equal to 0 in 1. We get എന്ത് വരും? v of 0 equal to
സി എന്ന് വരില്ലേ? വരും. ഓക്കെ, സോ ഇക്വേഷൻ 1ന്റെ അകത്ത് സി എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? therefore from 1 v of t, vector v of t equal to minus 32tj plus vector v of 0 എന്ന് എഴുതാം. equal to minus 32tj plus vector v of 0 നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 384√3i plus 384j. സോ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 384√3i പ്ലസ് 384 മൈനസ് 32t 32tj. ഇതാണ് v of t വരുന്നത്. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യണം? v of t കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് ഇനി എന്താ ചെയ്യണ്ടേ? R of t integrating. Now integrating v of t, we get r of t, implies r of t equal to vector r of t equal to integral v of t dt equal to integral 384√3i plus 384 minus 32tj all into dt. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയണേ? 384√3ti plus 384t minus 32 into t square by 2 എന്ന് വരും. that means 16t square j plus ഒരു വെക്ടർ സി എന്നുള്ള രീതി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. നേരത്തെ പറഞ്ഞ സി അല്ല, ഇവിടെ വേറെ ഒരെണ്ണം വന്നു. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നൗ ഇതിന് ഇക്വേഷൻ 2 ഒന്ന് കൊടുത്തു. we have r of 0 equal to s0 comma the initial height. അല്ലേ? implies vector r of 0 equal to എന്ത് വരും? 0 ആണ്. s0 equal to 0 given. ക്ലിയർ ആണല്ലോ? sir. Therefore put t equal to 0 in 2, we get r of 0 equal to c, implies vector c equal to 0, implies r of t equal to എന്തെന്ന് കിട്ടും? r of t equal to 384√3ti plus 384t minus 16t square j. ഇതല്ലേ r of t കിട്ടുന്നേ? സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചിരുന്ന നോക്കാം. projectile is launched from ground level with initial speed. കാര്യങ്ങൾ തന്നിരിക്കുന്നു. ഫൈൻഡ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. വെക്ടർ ഫംഗ്ഷൻ ആൻഡ് പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ദി പ്രൊജക്ടൈൽ ട്രാജക്ടറി. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദിസ് വൺ r of t ഈക്വൽ ടു നമ്മൾ എഴുതിയിരിക്കുന്നത് കോമ ഇട്ടിട്ട് പറയാ gives എന്തായിരിക്കും? gives the vector equation of the projectile's trajectory. ഇത് മനസ്സിലായോ? sir. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആർക്കെങ്കിലും ഇനിയും വേണോ?
ഇതുവരെ കണ്ടുപിടിച്ചത്? ഇത്രയും കണ്ടുപിടിക്കാനേ ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഇനി വളരെ ഈസി ആയിട്ട് കിട്ടും. എന്തെങ്കിലും കാര്യം ഇതുവരെ ചെയ്തതിൽ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. ഇല്ലല്ലോ. ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ഇതാണ് വെക്ടർ ഇക്വേഷൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം ആർ ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ എന്നുള്ളതാണ് നമ്മൾ പ്ലെയിനിലേക്കുള്ള കേസ് വരുമ്പോൾ വരിക. സോ ഇതാണ് ഇതിന്റെ മൂവിങ് പാർട്ടിക്കിള്. ഈ ഒരു പാത്തിലൂടെ ആണെന്ന് പറയുമ്പോൾ ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് എഴുതണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? എന്തായിരിക്കും പാരാമെട്രിക് ഇക്വേഷൻസ്? എന്താ വേണ്ടേ? എഴുതിയ പോരെ. എക്സ് ഈക്വൽ ടു ഇതൊന്ന് എഴുതുക, വൈ ഈക്വൽ ടു ഇതൊന്ന് എഴുതുക, അത്രേ ഉള്ളൂ പാരാമെട്രിക് ഇക്വേഷന് വേണ്ടി. അപ്പൊ ഞാൻ അതിന്റെ താഴെ ഇങ്ങനെ അങ്ങ് എഴുതുകയാണ്. ഓൾസോ ദ പാരാമെട്രിക് ഇക്വേഷൻ ഓൾസോ the parametric equations are given by x equal to ഇതാണ് x കമ്പോണന്റ് പറഞ്ഞത്. ഏതാണ്? 384√3t, y equal to 384t minus 16t square. ഇത് ക്ലിയർ ആണല്ലോ? സർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, ഞാൻ ഇവിടെ നോക്കി ക്വസ്റ്റ്യൻ പറയാം. ഫൈൻഡ് ദ മാക്സിമം ആൾട്ടിറ്റ്യൂഡ് അറ്റൈൻഡ്. മാക്സിമം ആൾട്ടിറ്റ്യൂഡ് അറ്റൈൻഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര ഹൈറ്റ് വരെയാണ് പോയിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ കണ്ടെത്തുക? മാക്സിമം ഹൈറ്റില് y കോമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് വരും. ഏതിന്റെ ഡെറിവേറ്റീവ്? പ്രൊജക്ടൈലിന്റെ ഇക്വേഷൻ ഇല്ലേ, വെക്ടർ ഫംഗ്ഷനില് വൈയുടെ ഇത് ഇപ്പൊ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പാരാമെട്രിക് ഇക്വേഷൻസ് എഴുതുമ്പോൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതാണ് വൈയുടെ കമ്പോണന്റ് വരണേ. ഇതാണ് ഹൈറ്റിനെ ഡിനോട്ട് ചെയ്യണത് അല്ലേ? അതെ സർ. ഇത് മാക്സിമം ആവണം. അപ്പൊ ഇത് മാക്സിമം ആവാനായിട്ട് ഇപ്പൊ ടു ഒബ്റ്റെയിൻ ദ മാക്സിമം ആൾട്ടിറ്റ്യൂഡ് വി ഹാവ് ടു ഫൈൻഡ് ദ മാക്സിമം ഫോർ y. y എപ്പോഴാണ് മാക്സിമം ആവുന്നതെന്ന് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ. സോ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഫംഗ്ഷൻ നമുക്ക് എഫ് ഓഫ് എക്സ് y ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടേ? എപ്പോഴാണ് മാക്സിമം വരുന്നത് കണ്ടുപിടിക്കാൻ? ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ടു 0 കൊടുത്തിട്ട് പോയിന്റ്സ്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുകയാണ്. ബി സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ എഴുതാനായിട്ട് ടു ഫൈൻഡ് ദ മാക്സിമം ആൾട്ടിറ്റ്യൂഡ് we have to maximize ഏതിനെ മാക്സിമൈസ് ചെയ്യണ്ടേ? maximize the function y equal to 384t minus 16t square. For this, എന്താ ചെയ്യണ്ടേ മാക്സിമൈസ് ചെയ്യാനായിട്ട്? മാക്സിമം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? പുട്ട് എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 കണ്ടുപിടിച്ചിട്ട് അതിന്റെ അകത്ത് ടി ഡിറ്റർമൈൻ ചെയ്യണം അല്ലേ? ശരിയല്ലേ? ഓക്കെ. സോ അതിനുവേണ്ടി അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫോർ ദിസ് കൺസിഡർ dy by dt.
equal to d by dt of 384t minus 16t square equal to 384 minus 32t എന്ന് വരും. Now dy by dt equal to 0 implies 384 minus 32t equal to 0 implies 32t equal to 384 implies t equal to എത്ര വരും? 384 divided by 32 എത്ര വരണേ? 12 equal to 12. നിങ്ങൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 എന്ന് വരും. സോ നമുക്കിപ്പോ എന്തെന്ന് പറയാൻ പറ്റും? ദി മാക്സിമം ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് ഈസ് റീച്ച്ഡ് വെൻ ടി ഈക്വൽ ടു 12. മാക്സിമം ഓർ മിനിമം വരാം. പക്ഷെ നമ്മുടെ സിറ്റുവേഷനിൽ നമുക്കറിയാം നമ്മൾ മുകളിലേക്ക് എറിയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അവിടെ നമുക്ക് മിനിമം വരുന്ന സിറ്റുവേഷൻ അല്ല വരുന്ന, മാക്സിമം വരുന്നതാണ്. അത് വെരിഫൈ ചെയ്യാനായിട്ട് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നോക്കിയാൽ മതി. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് വരുന്ന ലെസ് ദാൻ 0 ആണ്. സോ മാക്സിമം ആയിരിക്കും വരിക. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് വേണം ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് പറയാവുന്നതേ ഉള്ളൂ. സോ ദിസ് ഇംപ്ലൈസ് ദ മാക്സിമം ദ ഹൈറ്റ് ഈസ് മാക്സിമം when t equal to 12 implies the maximum height equal to y of 12 equal to എത്ര വരും? y of t യില് t ക്ക് 12 എന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ എന്താ പറയണേ? (384 into 12 minus 16 into 12 square). Clear ആണോ? sir. Equal to, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പറഞ്ഞ വാല്യൂ ഞാൻ ഇവിടെ ടെക്സ്റ്റ് നോക്കി അങ്ങ് എഴുതുകയാണ്, 2304 feet. ഇത്രയും ഫീറ്റ്സ്. ഇത് ക്ലിയർ ആണല്ലോ? Yes sir. ഇനി തേർഡ് വൺ എന്താ ചോദിച്ചേക്കുന്നേ? റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ. റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ? എന്താ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ? ഏതാ? പറഞ്ഞോളൂ. X axis ഉള്ള ഡിസ്റ്റൻസ് അല്ല, ഐ മീൻ ലൈക്ക് അതായത് നമ്മള് ഫൈനൽ ഫൈനൽ പോയിന്റ്. അതായത് നമ്മളിപ്പോ ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക, നമ്മളൊരു ബോൾ മുകളിലേക്ക് എറിയാണ്. ആ ബോള് നമ്മളിപ്പോ കണ്ടുപിടിച്ചേക്കുന്ന ആ ബോള് പോകുന്ന പാത്തിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു, അതാണ് ആർ ഓഫ് ടി വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓരോ ടൈമിലും ആ ബോള് ഏത് പൊസിഷനിലായിരിക്കും എന്നുള്ളത് ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ആർ ഓഫ് ടി വരുന്നത്. അതുപോലെ അതിന്റെ മാക്സിമം ഹൈറ്റ് എത്രയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ dy by dt ഈക്വൽ ടു 0 എന്ന് വരുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടി കണ്ടുപിടിച്ച് അത് പ്രകാരം നമ്മൾ ചെയ്തത്. ഇനി മൂന്നാമത്, ഈ ബോൾ നമ്മൾ എറിയുമ്പോൾ എത്ര ദൂരെ ചെന്നിട്ടാണ് അത് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ നമ്മൾ എവിടുന്നാണോ എറിഞ്ഞത് അവിടെ നിന്ന് ഗ്രൗണ്ടിലേക്ക് തിരിച്ച് വന്ന് ഹിറ്റ് ചെയ്ത ആ ഡിസ്റ്റൻസ്, അതാണ് റേഞ്ച് ഒന്നുകൊണ്ട് ഉദ്ദേശിക്കണേ. ക്ലിയർ ആണോ? അതായത് നമ്മളിപ്പോ ഈ പ്രൊജക്ടൈൽ നമ്മൾ ഇവിടുന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ ഇത് ഈ സാധനം മുകളിലേക്ക് എന്താ പറയാ പരാബോളിക് പാത്തിലൂടെ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വീണ്ടും അത് ഗ്രൗണ്ടിൽ തിരിച്ചെത്തും. നമ്മൾ എറിഞ്ഞെടുത്ത് തന്നെ അല്ല തിരിച്ചു വരുന്നത്, കുറെ മാറിയാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഈ നമ്മൾ എവിടെയാണോ നിന്നിരുന്നത് അവിടെ നിന്നും അത് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തിയ ആ ഡിസ്റ്റൻസ് ആണ് എന്തായിട്ട് പറയുന്നത്? റേഞ്ച്. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? Sir, y of t equal to 0 എന്ന് കൊടുത്തിട്ട്. Yes. The range is the distance between its x components. Okay, but എപ്പോഴുള്ള x component ആണ് നമ്മൾ എടുക്കണ്ടേ? The projectile hits the ground when y of t equal to 0. അപ്പൊ y of t equal to 0 വരുന്ന ആ t ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും
എന്ത് വരിക? ഈ പ്രൊജക്ടൈൽ തിരിച്ച് ഗ്രൗണ്ടിൽ വന്ന് ടച്ച് ചെയ്യുന്നത്. ക്ലിയർ ആണോ? Yes, sir. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതും, ദ പ്രൊജക്ടൈൽ hits the ground when എപ്പളാ y of t equal to 0. Here y of t നമുക്ക് കിട്ടിയിരുന്നത് 384t minus 16t square അല്ലായിരുന്നോ? Equal to 0 implies ഇതിനെ എപ്പോഴാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസ് ചെയ്യാൻ ഒരു ടി കോമൺ ആയിട്ട് നടത്തും. അപ്പൊ ടി ഇൻറ്റു 384 മൈനസ് 16t എന്ന് വരും. ഇംപ്ലൈസ് ടി ഈക്വൽ ടു 0 ഓർ 16t ഈക്വൽ ടു 384. ഇംപ്ലൈസ് ടി ഈക്വൽ ടു 0 ഓർ ടി ഈക്വൽ ടു എത്രയാ? ഈക്വൽ ടു എത്ര വരും? 24 അല്ലേ? അല്ലേ? ഓക്കെ. അപ്പോ ടി ഈക്വൽ ടു 0 ഇല്ല, അതായത് ഇനിഷ്യലി ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യുന്നത്, കാരണം നമ്മൾ ഗ്രൗണ്ടിൽ നിന്നാണ് എറിയണേ. അപ്പൊ ടി ഈക്വൽ ടു 0 ഓക്കെ. ഇതല്ല നമുക്ക് ആവശ്യമുള്ളത്. ആഫ്റ്റർ 24 സെക്കൻഡ്സ് ഈ ബോള് എന്ത് ചെയ്യും? വീണ്ടും തിരിച്ച് ബോൾ അല്ലെങ്കിൽ പ്രൊജക്ടൈൽ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തും. ഓക്കെ. സോ ടു ഫൈൻഡ് ദ റേഞ്ച് നമ്മൾ എന്താ ചെയ്യണ്ടേ? റേഞ്ച് കണ്ടുപിടിക്കണേ എന്താ ചെയ്യേണ്ടത്? അപ്പോ ഈ ടി ഈക്വൽ ടു 24 ആയിരിക്കുമ്പോ എക്സിന്റെ വാല്യൂ എന്താന്ന് നോക്കണം. എക്സ് കമ്പോണന്റ് അല്ലേ? യെസ്. അപ്പൊ നമ്മള് നൗ വെൻ ടി ഈക്വൽ ടു 24 എക്സ് ഈക്വൽ ടു വെൻ ടി ഈക്വൽ ടു 24 എക്സ് ഈസ് ഗിവൺ ബൈ എക്സ് ഓഫ് 24 implies x of 24 equal to എത്ര വരണേ? x of t നമ്മൾ എഴുതിയിരുന്നത് എന്തായിരുന്നു? 384 root 3t ആണ്. 384 root 3 into 24. Okay. Therefore range എന്തായിരിക്കും വരിക? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ഞാനിവിടെ നോക്കി എഴുതുകയാണ്. ഓക്കെ, റൂട്ട് ഒരു റൂട്ടിന്റെ വാല്യൂ ഒക്കെ ഓക്കെ ഞാൻ ഇങ്ങനെ തൽക്കാലം എഴുതുന്നു. therefore range ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ഓഫ് 0 ആൻഡ് എക്സ് ഓഫ് 24. ക്ലിയർ ആണോ? ഈക്വൽ ടു എത്ര വരും? എക്സ് ഓഫ് 0 0 ആണ്. ഇംപ്ലൈസ് റേഞ്ച് ആർ ഈക്വൽ ടു എക്സ് ഓഫ് 24ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 384 റൂട്ട് 3 ഇൻറ്റു 24 ആണ്. മൈനസ് 0 ഈക്വൽ ടു 384 റൂട്ട് 3 ഇൻറ്റു 24. ഇതൊന്ന് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത ആൻസർ എഴുതിയാൽ മതി. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇമ്പാക്ട് സ്പീഡ്. എന്താ ഇമ്പാക്ട് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ? ഫോർത്ത് വൺ ഡി. അതായത് ഇത് ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതിന്റെ ഒരു സ്പീഡാ ചോദിച്ചേക്കുന്നത്. ഇമ്പാക്ട് സ്പീഡ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു എന്തായിരിക്കും വരണ്ടേ? മോഡുലസ് ഓഫ് വി ഓഫ് ടി ആണ് വരേണ്ടത്. വെൻ എപ്പോഴാ ടി ഈക്വൽ ടു എപ്പോഴാ വേണ്ടേ? t equal to 24. When t equal to 24. കാരണം എന്തുകൊണ്ടാ? When t equal to 24, the projectile hits the ground. ക്ലിയർ ആണോ? എപ്പോഴാണ് അത് ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തുന്ന ആ സമയമാണ് നമ്മൾ നോക്കേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വി ഓഫ് ടി. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇവിടെ അങ്ങ് എഴുതുകയാണ്. വി ഓഫ് ടി ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത്
വി ഓഫ് ടി കിട്ടിയിരുന്നത് 384√3 ആയി. പ്ലസ് 384 മൈനസ് 32t ജെ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് വരേണ്ടത് നമ്മുടെ ഫോർമുല പ്രകാരം വരേണ്ടത് ഈക്വൽ ടു മോഡുലസ് ഓഫ് വി ഓഫ് 24 ആണ്, ഈക്വൽ ടു മോഡുലസ് ഓഫ് വി ഓഫ് 24 എന്ന് പറയുമ്പോൾ എന്താ പറയണേ? മോഡുലസ് ഓഫ് 384√3i പ്ലസ് 384 മൈനസ് 32 ഇൻറ്റു 24j. ഇതിന്റെ മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു എത്ര വരും? മോഡുലസ് ഓഫ് 384√3i, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 384j എന്ന് വരും. സോ സ്ക്വയർ റൂട്ട് ഓഫ് 384√3 ഓൾ സ്ക്വയർ പ്ലസ് 384 ഓൾ സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണോ? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇതിന്റെ ആൻസർ എഴുതിയാൽ മതി. അപ്പൊ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനായിട്ടാണ് സാധ്യത കൂടുതൽ. ഷോർട്ട് എസ്സേയിൽ വേണമെങ്കിലും ചോദിക്കാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് രണ്ടിൽ ഏതിൽ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഈ ഒരു പ്രോബ്ലത്തോടുകൂടി നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയം ഇതിന്റെ, എനിക്ക് തോന്നുന്നു ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജോമേഷ് സാറ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ സാർ. അപ്പൊ നമുക്ക് ബാക്കി ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.